വീഡിയോ എഡിറ്റിങ്ങിന് ഒരു ബേസിക് ആയിട്ടുള്ള PC-യിൽ ബേസിക് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഞാനിതിൽ പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഇതിൻ്റെ ഒരു ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്നാണ്. നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്ന വീഡിയോ എഡിറ്ററാണ്. ഇതിൽ ആഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട. സോ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും. അതിനുശേഷം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഈ ഒരു സ്ക്രീൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഐ വിൽ ഷോ യു ഹൗ ടു എഡിറ്റ്. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഫയലുകൾ ഏതൊക്കെയാണുള്ളത് അത് നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഫയൽ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ആ വീഡിയോ ഫയൽ ഞാൻ എടുക്കുന്നു. ഇതിന് ഓഡിയോ ഫയൽ ഒരെണ്ണം എടുക്കാനുണ്ട്. ആ ഒരു ഓഡിയോ ഫയൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാനായിട്ടുള്ള അസറ്റുകളാണിത് മൊത്തം. ഓക്കെ, ചില ഫയലുകളൊന്നും സപ്പോർട്ട് ആവില്ല. അപ്പോൾ ആ സാധനങ്ങളൊന്നും നമുക്കിത് ലോഡാവില്ല. എനിക്കിത് സപ്പോർട്ട് ആവാൻ തോന്നുന്നില്ല. M4A ഫയലാണ്. അങ്ങനെ അല്ലാത്ത ഫയലുകൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എനിക്ക് വേണ്ട വീഡിയോ ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടു. എനിക്ക് സിമ്പിളായിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുവാണ്. ഇതൊരു സ്ക്രീൻ റെക്കോർഡാണ്. എൻ്റെ തന്നെ ചാനലിലുള്ള മറ്റൊരു വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡാണിത്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ കൊണ്ടു വെക്കുക. ഇത് പോസ് ചെയ്യുക. ഇവിടെ ടൈമർ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഈ ഒരു റേസർ ബട്ടൺ കാണുന്നുണ്ട്. ഈ ഒരു റേസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ ഇവിടെ സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ എൻ്റെ റേസർ എനേബിൾ ആയിട്ടുണ്ട്. എനിക്ക് ആ മാർക്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് സ്പ്ലിറ്റ് ചെയ്യാം. ഏകദേശം ഓൾറെഡി സ്പ്ലിറ്റായി. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വന്നിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്കറുകൾ വേണമെങ്കിൽ മാർക്കർ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറേ ഓഡിയോ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഓരോരോ ട്രാക്കിലായിട്ടുള്ള നിങ്ങൾക്കിതിപ്പോൾ ഓവർലേ ഒക്കെ ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ. നമുക്ക് ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ട്. സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫയൽസുകൾ കാര്യങ്ങൾ മാത്രമൊക്കെയാണ് എടുക്കത്തുള്ളൂ. ഞാൻ ഇച്ചിരി മുമ്പ് ഇമ്പോർട്ട് ചെയ്ത ഓഡിയോ നമുക്ക് സപ്പോർട്ട് ആവാത്തതിൻ്റെ അല്ല, അത് ഈ ഓഡിയോ എന്നുള്ള ടാബിലാണ് വരുന്നത്. നിങ്ങൾ ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ടാബിലേ വരത്തുള്ളൂ. ഞാൻ ഒരു ഇമേജും കൂടി ഇമ്പോർട്ട് ചെയ്യാം. വളരെ ലോ എൻഡ് ആയിട്ടുള്ള ഡിവൈസുകളിലൊക്കെ വർക്ക് ആവും കേട്ടോ. ഇത് ഞാൻ ഈ ഒരു ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്താലും അത് ഓരോരോ ടാബിൽ വരുന്നത്. ഇപ്പോൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഈ ടാബിൽ വരും. ഓഡിയോ ആണെങ്കിൽ ഇവിടെ, ഇമേജ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ടൈമർ ഇങ്ങനെ വരുന്നതനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പ്രിവ്യൂ പാനലാണ്. ഇവിടെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. വീഡിയോ എങ്ങനെയാണ് കാണാനുണ്ടാവുക എന്നുള്ളത്. പിന്നെ നമുക്ക് വേറെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് എഡിറ്റ് ചെയ്യാനും. ഇപ്പോൾ എൻ്റെ സിസ്റ്റം വളരെ ലോ എൻഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. എന്നിട്ടും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അൺഡു റീഡു കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. നമുക്ക് ആനിമേറ്റഡ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് കട്ടിങ്, പേസ്റ്റിങ്, ജസ്റ്റ് ബേസിക് ഓഡിയോ എഡിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വീഡിയോ എഡിറ്ററാണ്. ലൈറ്റ് വെയ്റ്റ് വീഡിയോ എഡിറ്ററാണിത്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ എൻ്റെ സിസ്റ്റത്തിൽ കുറേ ടാബുകളൊക്കെ ഓപ്പണായി കിടപ്പുണ്ട്, ഗൂഗിൾ ക്രോം അങ്ങനെയൊക്കെ. സോ അതുകൊണ്ട് ചെറുതായിട്ടൊരു സ്ലോ ഉണ്ട്. എന്നാലും ഇത് അങ്ങനത്തെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒന്നുമല്ല. ഏത് തുടക്കക്കാർക്കും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു മൊബൈൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ള ബേസിക്സ് അറിയാവുന്ന ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വരെ ചെയ്യാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഏത് ലോ സ്പെക്കിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യും. സോ നിലവിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസേഷനിലാണ് എൻ്റെ റാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് സ്ക്രീനും കൂടെ റെക്കോർഡ് ആവുന്നതിനാണ് ഈ ഒരു ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം എത്ര നേരം എടുക്കുന്നു.
ഓക്കെ, ചെറിയൊരു ഡിലേക്ക് ശേഷം നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവാനുള്ള വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പേര്, ഇതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏത് ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ എടുക്കാം. HD ഉണ്ട്, ഫുൾ HD ഉണ്ട്. നമുക്ക് വലിയ രീതിയിലുള്ള കുറേ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ഫീച്ചറിൽ വേണം എടുക്കാം. ഇത് വളരെ പഴയ കാലം തൊട്ടുള്ള സോഫ്റ്റ്വെയറാണ്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഏത് രീതി വേണമെന്നുള്ള ഫോർമാറ്റിൽ വേണം എടുക്കാം. 16K വരെ, 16K വരെ നമുക്ക് എടുക്കാം. 4K, 8K, 5K ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഹൈ ക്വാളിറ്റിയിൽ, ലോ ക്വാളിറ്റിയിൽ, മീഡിയം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ എവിടെയാണ് സേവ് ആക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്നുള്ളത് എക്സ്പോർട്ട് ആവുന്ന കാണാൻ പറ്റും വീഡിയോ. സോ അതിന് ജസ്റ്റ് വലിയ സമയമൊന്നും എടുക്കില്ല. ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രയാണ്, നമ്മൾ ഏത് ക്വാളിറ്റിയിലാണ്, എത്ര ബിറ്റ് റേറ്റിലാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈമിങ്. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.